എറണാകുളത്തേക്കാണ് ഇനി പോകുന്നത്, വെങ്ങോലയിലേക്ക്. വെങ്ങോല പഞ്ചായത്ത് ഭരണം UDF സ്വന്തമാക്കി. ഷമീദ ഷെരീഫിനെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2020യും SDPIയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സജോ ദേവസി ചേരുന്നു. സജോ, അങ്ങനെ തർക്കങ്ങൾക്കും പ്രതിസന്ധിക്കും ഒക്കെ ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഷമീദ ഷെരീഫ്, അല്ലേ? റോഷ്നി, വെങ്ങോലയിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കും എന്ന ധാരണകളൊന്നും നടപ്പായില്ല എന്നത് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ അട്ടിമറിയോ എന്തെങ്കിലും നാടകീയതയോ ഉണ്ടായില്ല. കഴിഞ്ഞ തവണ അവിടെ ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ച ദിവസം സംഭവിച്ചത് ക്വാറം തികയാതെ പോയി. അതായത് LDFും 2020യും ഈ വോട്ടെടുപ്പ് നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതോടുകൂടി 13 പേരെങ്കിലും എത്തണം, ഇല്ലെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുകയില്ല. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു രൂപപ്പെട്ടത്. അങ്ങനെയെങ്കിൽ കളത്തിന് പുറത്ത് ചില ധാരണകൾ രൂപപ്പെടും എന്ന് കരുതിയിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. UDFിനാണ് മുൻതൂക്കം നേരത്തെ തന്നെ ലഭിച്ചിരുന്നത്. അതായത് 9 സീറ്റുകൾ, 8 സീറ്റുകളാണ് UDFിന് ലഭിച്ചത്. ക്ഷമിക്കണം, UDFിന് 9 സീറ്റും LDFിന് 8 സീറ്റുമാണ് ലഭിച്ചത്. അങ്ങനെ വരുമ്പോൾ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരം ഉറപ്പിക്കാൻ കഴിയുമോ എന്നതായിരുന്നു അവിടെ പ്രധാനമായി ഉയർന്ന ചോദ്യം. പക്ഷേ 2020ക്ക് 6 സീറ്റുകൾ നേടാനായിരുന്നു. SDPയുടെ ഒരംഗവുമുണ്ട്. ഇന്ന് 2020 വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. SDPI അംഗം എത്തിയെങ്കിലും വോട്ട് ചെയ്തില്ല. സ്വാഭാവികമായും മറിച്ച് എന്തെങ്കിലും സംഭവിച്ചില്ല, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായതൊന്നും സംഭവിച്ചില്ല. 9 വോട്ടുകളോടുകൂടി UDFിന്റെ സ്ഥാനാർത്ഥിയും ഷമീദ ഷെരീഫ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. അതായത് വെങ്ങോലയിൽ UDFിന്റെ ഭരണം തുടരും എന്നതാണ്. 2020യെ സംബന്ധിച്ച് പുത്തൻകുരിശിൽ അവർ മറ്റൊരു രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചിരുന്നു. അവിടെ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ UDFിന് വോട്ട് ചെയ്തിരുന്നു. സമാനമായി എന്തെങ്കിലും വെങ്ങോലയിൽ സംഭവിക്കുമോ? LDFിന് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലൈൻ അവരുടെ ഏതെങ്കിലും അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്യുകയോ തുടങ്ങിയ സാധ്യതകൾ ഒരുപക്ഷേ സംഭവിച്ചേക്കാം എന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷെ അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. 2020 പാർട്ടി എന്ന നിലയ്ക്ക് തന്നെ അവർ എടുത്ത തീരുമാനം വോട്ടെടുപ്പിലെ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലയ്ക്കായിരുന്നു. നേരത്തെ LDFിന് ചില അംഗങ്ങൾ വോട്ട് ചെയ്തേക്കുമോ എന്ന നിലയ്ക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഫലത്തിൽ അവിടെ കണ്ടില്ല. മറ്റൊന്ന്, SDPയുടെ വോട്ട് സ്വീകരിക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ ലൈൻ LDFും UDFും സംയുക്തമായി നേരത്തെ തന്നെ ഇരുവരും അതേ നിലപാട് തന്നെ സ്വീകരിച്ചു. SDPI പക്ഷേ വോട്ട് രേഖപ്പെടുത്തിയതേ ഇല്ല. SDPയുടെ അംഗം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ വോട്ട് രേഖപ്പെടുത്തിയതേ ഇല്ല എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഇതോടുകൂടി എന്തെങ്കിലും അപ്രതീക്ഷിതമായ നാടകീയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം നേരത്തെ ഈ ക്വാറം തികയാതെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കും എന്ന് നല്ല ഉറപ്പ് 2020ക്കും LDFിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അത് ഉദ്ദേശിച്ച് തന്നെയാണ് അവർ പങ്കെടുക്കാതിരുന്നത്. അവർ അവിടെ കൗൺസിലിലേക്ക് തന്നെ എത്തിയതേയില്ല. അപ്പോൾ അതിന് പുറത്ത്, കളത്തിന് പുറത്ത് കൂടിയാലോചനകളും മറ്റും പലതും നടന്നിരുന്നു. പക്ഷെ അത്തരമുള്ള എന്തെങ്കിലും ഒരു നീക്കങ്ങൾ ഫലം കണ്ടില്ല. ഒടുവിൽ ഭാഗ്യം UDFിനെ തുണയ്ക്കുന്നു. മറ്റേതെങ്കിലും അംഗങ്ങൾ നിലപാട് സ്വീകരിക്കാത്തതോടുകൂടി അവർക്ക് ഭരണം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയാണ് ചെയ്തത്. പലയിടത്തും നാടകീയ രംഗങ്ങൾ, അത് തെരഞ്ഞെടുപ്പിൽ നിർണായകമായ കാഴ്ചയാണ് കണ്ടതെങ്കിൽ എറണാകുളത്ത് വെങ്ങോലയിൽ നിലവിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കാത്തത് കാരണം പഞ്ചായത്ത് ഭരണം UDF സ്വന്തമാക്കി. UDFിന് തുടർച്ചയാണ്. ഷമീദ ഷെരീഫിനെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. സജോയാണ് അവിടുത്തെ വിശദാംശങ്ങൾ നൽകിയത്. നേരെ നമ്മൾ